ഹലോ. അങ്ങനെ എൻ്റെ ഒരു ഞായറാഴ്ച വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 9:30 ആയി എഴുന്നേറ്റപ്പോഴത്തേക്കും. ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ഭയങ്കര ബഹളവും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ ഇടാമെന്ന് കരുതി. ചേട്ടനും എഴുന്നേറ്റിട്ടുണ്ട്. സേഡി മൂസ സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് അവിടെ എന്തൊക്കെയോ ജോലിയിലാണ്. അപ്പോൾ സൺഡേ സാധാരണ ദിവസങ്ങളിൽ ചേട്ടനാണ് കുക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, കപ്പയുണ്ട്. അപ്പോൾ ഇന്ന് അതാണ് സ്പെഷ്യൽ ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു യാത്ര പോകാനുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. മഴയൊക്കെ ഇല്ലെങ്കിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ചായയൊക്കെ ഇട്ടു. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണില്ല. ഭയങ്കര ഒരു മടി പിടിച്ച പോലെയാണ്. ഞായറാഴ്ച പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ചേട്ടന് പോവേണ്ടാത്തതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ ചായ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൊടുത്തു. ചേട്ടൻ അങ്ങനെ ചായ കുടിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ നിർബന്ധിച്ചൊക്കെ കുടിപ്പിക്കും. അങ്ങനെ ഞാൻ ചേട്ടന് കൊണ്ട് ചായ കൊടുത്തു. ചായ കൊടുത്തപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തോ അവിടെ നിന്ന് വിളിച്ച് എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കേട്ടിട്ട് അങ്ങോട്ട് പോയി സംസാരിച്ചൊക്കെ നിന്നു. എന്തോ കാര്യമൊക്കെ പറഞ്ഞു. ചേച്ചി എഴുന്നേറ്റേ ഉള്ളൂ, ഇനി കാപ്പി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നു. ചേട്ടൻ ഉള്ളി പൊളിക്കുകയാണ്. അപ്പോൾ അവിടെ ഡാർക്ക് ഫാൻറ്റസി ഇരുന്നു, അത് ഞാൻ ഒന്നെടുത്ത് കഴിച്ചു. പിന്നെ ചേട്ടൻ ബീഫൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി. ഞാൻ അടുക്കള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. വലിയ അത്ര അലങ്കോലമല്ല എങ്കിൽ പോലും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. പിന്നെ ചേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് ആസ്വദിച്ചൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ആൾ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഹെൽപ്പ് ചെയ്യൊന്നും വേണ്ട, ആൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ജോലി കഴിഞ്ഞ് എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടാവും, ക്ലീനിങ്ങും കാര്യങ്ങളും ആയിട്ട്. അതിനുള്ള പണി എനിക്ക് തന്നിട്ടേ ആളെ കിച്ചണിൽ നിന്ന് ഇറങ്ങുള്ളൂ. പിന്നെ കുക്കിംഗ് തന്നെ നടന്നു കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസമല്ലേ, നമുക്ക് ഒരു ദിവസം റെസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ എല്ലാ ദിവസവും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് എനിക്ക് ബോറായി കഴിയുമ്പോൾ ചേട്ടൻ ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. ആരെങ്കിലും ഉണ്ടാക്കി തന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളത് പെട്ടെന്ന് എല്ലാം കൂടെ കുക്കറിലാക്കി. അപ്പോൾ ഞാൻ റെസിപ്പി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നത് സ്പെഷ്യൽ റെസിപ്പിയാണ്, നീ കഴിച്ചിട്ട് ഇത് പറഞ്ഞാൽ മതി, കാപ്പിക്ക് എന്ത് വേണമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പത്തിന് മാവിരിപ്പുണ്ട്, പക്ഷെ ഞാൻ അപ്പം അങ്ങനെ കഴിക്കാറില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ബ്രെഡ് മതി എന്ന് പറഞ്ഞു. ചേട്ടൻ എന്നാൽ അപ്പം കഴിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ തലേന്ന് വന്നപ്പോൾ ചേട്ടൻ കുറച്ച് ഉള്ളിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കുന്ന ബാസ്ക്കറ്റ് ഫുള്ള് മെസ്സായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് ഉള്ളിയൊക്കെ വെച്ചിട്ട് അവിടെ ഒതുക്കി. പിന്നെ ചേട്ടൻ അപ്പുറത്ത് കുക്ക് ചെയ്യാണ്. എനിക്ക് നല്ല ദാഹം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എനിക്കൊരു നാരങ്ങ വെള്ളം വിഴിഞ്ഞു തന്നു. ബീഫിൻ്റെ നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു നല്ല മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ പിന്നെ പോയി എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇൻവിസിബിൾ ചെയിൻ, അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പോയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് വെച്ചു. ചേട്ടൻ അപ്പവും ഞാൻ ബ്രെഡും ബീഫും കൂടെ കഴിച്ചു. സേഡി മൂസ സിനിമ ഭയങ്കര കോമഡി അല്ലേ, അത് കണ്ട് ചിരിച്ചു. ഫുഡൊക്കെ കഴിച്ച് ചേട്ടൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയി. ഞാൻ പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. പാത്രം നിറയെ പ്ലേറ്റും എല്ലാം കിടപ്പുണ്ടായിരുന്നു. തലേദിവസം തൊട്ടുള്ള പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം ഇരുന്ന് കഴുകി. എനിക്ക് പാത്രം കഴുകുന്നത് അത്ര ഇഷ്ടമുള്ള ജോലിയല്ല, എങ്കിൽപ്പോലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും പറയും പാത്രം കഴുകുന്നത് എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ എല്ലാം കഴുകി ഭയങ്കര അടുക്കി പറക്കി വെച്ച് കഴിയുമ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി. പിന്നെ അവിടെയൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്ന് സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണം. നമ്മൾ ഉച്ച കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞില്ലേ, കുരിശുമല പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ കുരിശുമല പോകണം, മഴയില്ലെങ്കിൽ പോവാം, ബൈക്കിന് പോവാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ എല്ലാം ഫുള്ള്, ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ കുക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് നല്ല ജോലിയാണ്. പിന്നെ അവിടെയൊക്കെ പോയി ക്ലീൻ ചെയ്തു. ഇനി റൂം ഒതുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട്, അപ്പോൾ തുണിയെല്ലാം നനച്ചിടാമെന്ന് കരുതി. ഞാൻ പിന്നെ റൂമിൽ പോയി ബെഡ്ഷീറ്റൊക്കെ മാറ്റും. എല്ലാ സൺഡേയിലും ബെഡ്ഷീറ്റും പില്ലോ കവറും മാറ്റി ഞാൻ വിരിക്കാറുണ്ട്. പിന്നെ അതെല്ലാം പോയി സെറ്റ് ചെയ്തിട്ട് തുണി കഴുകാൻ ഇറങ്ങി. ആ സമയം കൊണ്ട് ചേട്ടൻ റെഡി ആയിട്ട് പോയി. വെളിയിൽ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയി. ഞാൻ പെട്ടെന്ന് പോയി തുണി കഴുകാൻ വേണ്ടി നമുക്ക് വീടിൻ്റെ പുറത്ത് തന്നെ ചെറിയൊരു ഷെഡ് പോലെയുണ്ട്. അവിടെ ഒരു അലക്കുകല്ലുണ്ട്, അവിടെയാണ് തുണി നനയ്ക്കുന്നത്. വെയിലൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല, മഴയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുണി നനയ്ക്കാം. പിന്നെ തുണിയെല്ലാം നനച്ച്, നല്ല വെയിൽ കണ്ടില്ലേ, പെട്ടെന്ന് പോയി തുണിയെല്ലാം വിരിച്ചിടാൻ തുടങ്ങി. എനിക്കാണ് ഫുള്ള് തുണിയൊക്കെ വിരിച്ച് മടക്കിയെടുത്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതിനാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി
തുണിയൊക്കെ വിരിച്ചു. സിസ്റ്റർ അപ്പോഴാണ് കോൾ ചെയ്തത്, ചേട്ടൻ്റെ അനിയത്തി. അപ്പോൾ അവളോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഫ്രണ്ടിനെ വിളിച്ചു. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ. ഡെയിലി വിളിക്കും, രാവിലെയും വൈകിട്ടും വിളിച്ച് സംസാരിക്കും. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ കുറച്ച് തിരക്കാണ്, ഫാമിലിയായിട്ട് വെളിയിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അകത്ത് കയറി വന്ന് ചേട്ടൻ കോൾ ചെയ്തിട്ട് പറഞ്ഞു ചോറ് വെക്കണ്ട, നീ കപ്പ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഞാൻ വന്ന് കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ കഷ്ണം മതി, അത്ര വിശക്കണില്ല, ലേറ്റായിട്ടല്ലേ രാവിലത്തെ ഫുഡ് കഴിച്ചത്. അപ്പോൾ കപ്പ പുഴുങ്ങാമെന്ന് കരുതി. മോട്ടറൊക്കെ അടിച്ച് വെള്ളം തീർന്നായിരുന്നു ടാങ്കിൽ. അങ്ങനെ പെട്ടെന്ന് കപ്പ പുഴുങ്ങി അടുപ്പിലോട്ട് വെച്ചു. വെള്ളം ചൂടാക്കാനുള്ളത് അടുത്ത ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് കരുതി. എപ്പോഴും അങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നൊരു സ്വഭാവം എനിക്കില്ല. 2 ദിവസം ചെയ്താൽ 3-ാമത്തെ ദിവസം ചെയ്യൂല. ഇപ്പോഴെങ്കിലും ഇനി ഇത് കെയർ ചെയ്യണമെന്ന് കരുതി തുടങ്ങിയിരിക്കുന്നതാണ്. എന്താവുന്നതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ കടലമാവും പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ഞാൻ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഹണിയും ലെമണും കൂടെ മിക്സ് ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കുളിച്ചിട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു എൻട്രി. എനിക്ക് സർപ്രൈസ് ആയിട്ട് വരാമെന്ന് പറയാം. അതാണ് അവൾ കോള് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോയത്. പിന്നെ അവർ വന്നു, കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. അവർ വീട്ടിലോട്ടും പോയി, ഞങ്ങൾ നേരെ കുരിശുമലയിലോട്ട് പോയി. കുരിശുമല ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി പോയി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്ന് കുരിശുമലയുടെ അവിടെ എത്തി. അപ്പോൾ നല്ല തിരക്കാണ്, അവിടെ ആരാധന നടക്കുന്നുണ്ട്. അപ്പം മല ഇറങ്ങുന്ന ടൈമിന്, ഇനി ആരും മല കയറ്റണില്ല എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. മലയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമാണ്. പിന്നെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയാണ് ഇനി അടുത്ത് കയറാൻ പറ്റുള്ളൂ കുരിശുമലയിൽ. പിന്നെ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. ചേട്ടൻ എനിക്കൊരു ലെമൺ വാങ്ങിച്ചു തന്നു. പിന്നെ കുക്കീസിൻ്റെ വലിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അത് അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പല കളറിൽ, പച്ചയും മഞ്ഞയും ചുമയും. നമുക്കത് കഴിക്കാൻ തോന്നും, പക്ഷേ ഞാൻ അത്ര കഴിച്ചില്ല. അവിടുന്ന് അത് വാങ്ങി. പിന്നെ 10 രൂപ 20 രൂപ അങ്ങനെ കുറേ ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ പെണ്ണുങ്ങളല്ലേ, അങ്ങനെയുള്ള ഷോപ്പുകൾ കാണുമ്പോൾ അങ്ങ് കയറും. എനിക്ക് നേരത്തെ കമ്മലിൻ്റെ ക്രേസ് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറവ്. ഇപ്പം ചെറിയ സ്റ്റഡ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കമ്മലിൻ്റെ ഷോപ്പിലൊക്കെ കയറി കുറച്ച് നേരം കറങ്ങി നടന്നു. ചേട്ടനും ഞാനും കൂടെ കുറേ അതുവഴി എല്ലാം നടന്ന് കാല് വേദനിച്ചപ്പോൾ ഒരു ചായ വാങ്ങിച്ചു കുടിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്ക് ടയേർഡായി. പിന്നെ നമ്മൾ അപ്പുറത്ത് കപ്പേളയുണ്ട്, അവിടെ കയറി ചെന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അവിടെ സ്റ്റെയറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു താഴെ, ഭക്തിഗാനമേള. അത് കേട്ടിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് മല ഇറങ്ങി വീട്ടിലോട്ട് തിരിച്ചു. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ച് കിടന്ന് ഉറങ്ങണം. ഇനി ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.